സഖാക്കളുടെ സഖാവ് പി കൃഷ്ണപിള്ള, അദ്ദേഹത്തിനെ അറിയാത്തവരായിട്ട് ആരും കേരളത്തിലില്ല. അദ്ദേഹത്തിന്റെ പേരിൽ സ്ഥാപിച്ച ഒരു പ്രതിമ നശിപ്പിക്കാൻ, സ്മാരകം നശിപ്പിച്ചവർ ആരായിരിക്കും? എന്ത് സ്വാർത്ഥ താല്പര്യമായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക? അല്ല, ഈ ഒരു സംഭവം ഇന്നോ ഇന്നലെ ഉണ്ടായതല്ല. വർഷങ്ങൾക്ക് മുമ്പ് 2013 ഒരു സംഭവമാണ്. അപ്പോൾ അത് ഇപ്പോൾ വീണ്ടും വാർത്തയാകുന്നത് അവരുടെ ആലപ്പുഴയിലെ പ്രമുഖ നേതാവ് ജി സുധാകരൻ്റെ വെളിപ്പെടുത്തലാണ്. കൃഷ്ണപിള്ളയുടെ സ്മാരകം തകർത്തതിൽ ഇപ്പോഴത്തെ മന്ത്രി സജി ചെറിയാന് പങ്കുണ്ട് എന്ന വെളിപ്പെടുത്തലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ വരുമ്പോൾ CPM-നകത്ത് ആലപ്പുഴ ജില്ലയിലെ കടുത്ത വിഭാഗീയത, ഇപ്പോൾ ജി സുധാകരൻ പാർട്ടിയിൽ നിന്ന് പുറത്തു വരുന്നത് എപ്പോഴും CPM-നുള്ളിൽ ഏറ്റവും കൂടുതൽ വിഭാഗീയത നിഴലിക്കുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ. അപ്പോൾ ഇത്തവണ സുധാകരനിലൂടെ അത് പുറത്തു വന്നു. ഗൗരിയമ്മ ഉണ്ടായിരുന്ന സമയത്ത് ഗൗരിയമ്മയും അല്ലെങ്കിൽ പോട്ടെ VS ഉണ്ടായിരുന്നപ്പോൾ VS-ഉം ആയിരുന്നു ആലപ്പുഴയിലെ വിഭാഗീയതയുടെ പേര് പറഞ്ഞു കേട്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത്തരത്തിൽ സജി ചെറിയാൻ്റെ പേര് പറയുന്നത് പി കൃഷ്ണപിള്ളയുടെ സ്മാരകം തകർത്ത അന്ന് രാത്രി 2 മണിക്ക് സജി ചെറിയാൻ അവിടെ ഉണ്ട്. എന്തിന് സജി ചെറിയാൻ ഉള്ളതാണ് എന്നാണ്, അതാണ് അദ്ദേഹത്തിന് സംശയത്തിന് നിഴലാക്കുന്നത്. അതെ. അപ്പോൾ ഈ സജി ചെറിയാന് പങ്കുണ്ട് എന്ന് പറയുന്നതും ഇതിനെ സംബന്ധിച്ചൊരു അന്വേഷണം ഏർപ്പെടുത്തി കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഇതിൻ്റെ സകല കാര്യങ്ങളും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് അറിയാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സത്യത്തിൽ ഇത് CPM ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു പരിപാടി തന്നെയായിരുന്നു. CPM-നകത്തെ കടുത്ത വിഭാഗീയത കത്തി നിൽക്കുന്ന അവസരത്തിലാണ് ആലപ്പുഴയിൽ ഈ സംഭവം നടക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് CPM തന്നെ അവരുടെ തന്നെയുള്ള നേതാവിൻ്റെ പ്രതിമ തകർക്കുന്നത്, സ്മാരകം തകർക്കുന്നത്? അത് അവർക്ക് നേരെയുള്ള യുദ്ധത്തിൻ്റെ അവർ തമ്മിലുള്ള വിഭാഗീയതയുടെ മൂർധന്യാവസ്ഥയിൽ അത് ഉണ്ടായതാണ്. പക്ഷെ അത് സാധാരണക്കാരൻ ഇപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ CPM-ന്റെ ഇത്തരത്തിൽ ഈ അവരുടെ പാർട്ടി ഓഫീസർ സ്മാരകം തകർക്കുമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അതിനെ അവർ ചൂഷണം ചെയ്യാനായിരിക്കും അവർ തീരുമാനിക്കുന്നത്. കാര്യം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇത് നശിപ്പിച്ചു എന്ന് തലയിൽ വയ്ക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. അവർ തന്നെ നശിപ്പിച്ചെന്ന് ഒരിക്കലും ചിന്തിക്കാൻ പറ്റൂലല്ലോ. പക്ഷേ ഇത് അന്വേഷിച്ച് പിടിച്ച് വരുമ്പോൾ ആരാ തകർത്തിരിക്കുന്നത്? അവരുടെ പാർട്ടിയിലുള്ളവർ തന്നെയാണ്. മുഖ്യമന്ത്രി അന്ന് VS-ന്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ഒരു അംഗത്തിന് അതിൽ പങ്കുണ്ട്. അവരെല്ലാം തന്നെ ഇപ്പോൾ പാർട്ടിയിലുണ്ട് താനും, അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ CPM-ന് ഇങ്ങനെ CPM-ന് പങ്കുണ്ട്. അതിൻ്റെ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. ഈ കൃഷ്ണപിള്ള സ്മാരകം തകർത്തതിലെ വിഷയത്തിന്റെ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. പക്ഷെ അന്വേഷണം നടത്തേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവന പാർട്ടിയിൽ നിന്നും വന്നിട്ടുണ്ട് എന്ന്. അല്ല, അത് പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടാണ് അന്വേഷണം നടത്തണ്ട എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇത് ജി സുധാകരൻ പറയുമ്പോൾ ഇതിന്റെ സത്യാവസ്ഥയിലേക്ക് നമ്മൾ പലരുമായും ഇപ്പം മുഖ്യധാര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതല്ല, ഒരു കൊടിമരം തകർത്താൽ ഒരു നാടിന് ഒരു കലാപം ഉണ്ടാക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ സ്ഥാപകൻ നേതാവിൻ്റെ പ്രതിമ തകർത്ത അതിനെതിരെ കേസ് എടുക്കണ്ട, അതിനെതിരെ അന്വേഷിക്കണ്ട എന്ന് പറയുന്നതിൻ്റെ ഒരു വികാരം എന്താണ്? അല്ല, അത് കൂടുതൽ ജനം അറിഞ്ഞ് നാറണ്ടെന്നായിരിക്കും. CPM-നകത്തുള്ള വിഭാഗീയത അത്ര കണ്ട് ജനം അറിഞ്ഞ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിരിക്കാൻ വകയുണ്ടാക്കേണ്ട എന്ന് തന്നെയായിരിക്കും അവർ ചിന്തിക്കുന്നത്. അല്ലാതെ പിന്നെ എന്തിനാ ഈ പറയുന്ന അന്വേഷണം നടക്കണ്ട എന്ന് പറയുന്നത്? അവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്പർദ്ധയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വൈരാഗ്യവും പുറം ലോകം അറിഞ്ഞാൽ അതൊരു നാണക്കേടല്ലേ? ഇത് കാണുമ്പോൾ സാധാരണ ജനങ്ങൾ എന്താ കരുതുക? അത് CPM പാർട്ടിയുടെ വിരോധം കൊണ്ട് മറ്റു ശത്രുക്കൾ ചെയ്തതാണെന്ന് അല്ലേ? ആദ്യം അങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അവരതിനെ വളച്ചുകൂട്ടി. ഒരിക്കലും അങ്ങനെ CPM-കാർ തന്നെ തകർത്തെന്ന് ആരെങ്കിലും ചിന്തിക്കുമോ? ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ തലയിലേ വെക്കുള്ളൂ. അതിനുവേണ്ടി തന്നെയാണ് അവർ ശ്രമിച്ചത്. പക്ഷെ അത് കള്ളം പൊളിയുന്നു. അപ്പോൾ ഇപ്പോൾ സജി ചെറിയാൻ എന്ന് പറയുന്ന നേതാവിന് ഇതിനകത്ത് പങ്കുണ്ട് എന്ന് ഈ പറയുന്ന ജി സുധാകരൻ പറയുമ്പോൾ, സജി ചെറിയാനും ജി സുധാകരനും സലാമും ആലപ്പുഴയിലെ പാർട്ടിയും 2 തട്ടിലാണ് നിൽക്കുന്നത്. ജി സുധാകരൻ ഇപ്പോൾ സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയാണ്. അദ്ദേഹം എത്ര വോട്ടിന് ജയിക്കുന്ന കണക്ക് വരെ അദ്ദേഹം കാണിക്കുന്നുണ്ട്. അദ്ദേഹം വളർത്തിയ നേതാക്കളാണ് ഈ പറയുന്ന സജി ചെറിയാനും സലാമും. അവരെ ഇന്ന് സജി ചെറിയാൻ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. സംസ്ഥാന കമ്മിറ്റി അംഗമാകുന്നതിന് മുമ്പ് ജി സുധാകരൻ്റെ ഒപ്പം അദ്ദേഹത്തിൻ്റെ പെട്ടിയും പിടിച്ച് നടന്ന ആളാണെന്നാണ് അവിടുത്തെ ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത്. ഇന്ന് സജി ചെറിയാൻ അദ്ദേഹം പാർട്ടിയുമായി അകന്നിരിക്കുമ്പോൾ പാർട്ടി നേതാക്കളെ അനുനയിപ്പിക്കാൻ വരുന്ന സംഘത്തിൽ സജി ചെറിയാൻ ഉണ്ടായിരുന്നില്ല. സജി ചെറിയാൻ അതിനുശേഷം അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു ഇറങ്ങിയതിന് ശേഷം അദ്ദേഹത്തിനെ വിമർശിക്കുന്ന വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നിഘണ്ടുവിൽ പിണറായി പോലും പറയാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സജി ചെറിയാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അദ്ദേഹം പറയുമല്ലോ. ഇനിയും പല സത്യങ്ങളും അദ്ദേഹം വിളിച്ച് പറയും. ഈ ജി സുധാകരൻ്റെ വെളിപ്പെടുത്തൽ വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാൻ
സാധ്യതയുണ്ട്. അല്ല, കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. അന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഭവം നടക്കുമ്പോൾ 2013 ഈ സംഭവം നടക്കുമ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ചില വ്യക്തികളെ വിളിച്ച് പല ചാനലുകാർ സംസാരിക്കുന്നുണ്ട്. അതിൽ ഒന്ന് VS ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന മലമ്പുഴയിൽ മത്സരിക്കുന്ന കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുന്ന സുരേഷ് പറയുന്നുണ്ട് ഇത് ശരിക്കും പിന്നെ അവരെ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. ഇങ്ങനെ കൃഷ്ണപിള്ള എന്ന് പറഞ്ഞ സ്ഥാപക നേതാവല്ലേ, CPM സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് കൃഷ്ണപിള്ള. അപ്പോൾ അത് തകർക്കുക, അത് ശരിക്കും പാർട്ടിക്ക് ഏറ്റവും വലിയ തീർത്താ കളങ്കം തന്നെയാണ്. ഈ പറയുന്ന രീതിയിൽ ഈ VS പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട സുരേഷ് പറയുന്നത് ശരിക്കും അതിശയം ഉണ്ടായെന്നാണ് പറയുന്നത്. പിന്നെ ജോസഫ് സി മാത്യു പറയുന്നുണ്ട്, അന്ന് IT വിദഗ്ധൻ, VS IT വിദഗ്ധനാണ്, അദ്ദേഹവും പറയുന്നുണ്ട് പാർട്ടിക്കകത്ത് ഇത്തരത്തിൽ സജി ചെറിയാനെ കുറിച്ച് G സുധാകരൻ പറയുന്നു എന്നുണ്ടെങ്കിൽ G സുധാകരൻ ചുമ്മാ പറയില്ല എന്നാണ് പറയുന്നത്. ഈ ഒരു സംഭവം ഒന്ന് ആളിക്കത്താൻ സാധ്യതയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. G സുധാകരൻ അതിൽ പ്രത്യക്ഷത്തിലും പരോക്ഷമായും പങ്കുണ്ടാവില്ല എന്ന് തന്നെയാണ് പൊതുസമൂഹം ചിന്തിക്കുന്നത്. നമുക്കും അങ്ങനെ തന്നെ കരുതേണ്ടി വരും. G സുധാകരന്റെ വെളിപ്പെടുത്തലുകൾ വന്നതോടുകൂടി മറ്റുള്ള പ്രവർത്തകർ ഇദ്ദേഹത്തെ ക്രൂശിലേറ്റുകയാണ്. ആരെ? ഈ G സുധാകരനെ. കാരണം പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നുള്ള ഒരു നയമാണ് ഇപ്പോൾ പാർട്ടി എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിന് താഴെ വരുന്ന കമന്റുകൾ ഭൂരിഭാഗവും ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കമന്റ് ഇങ്ങനെയാണ്: അത് സജി ചെറിയാനെ പെടുത്താൻ വേണ്ടി അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന G സുധാകരൻ ചെയ്ത പണിയല്ലേ ഇത് എന്നാണ് ഒരു കമന്റ് ചോദിക്കുന്നത്. അതുപോലെ ഈ ചെയ്യാത്തതും ചെയ്തതുമായിട്ടുള്ള പല കാര്യങ്ങളും G സുധാകരന്റെ തലയിൽ കെട്ടിവെക്കുന്ന രീതിയിലുള്ള കമന്റുകളും പ്രതികരണങ്ങളുമാണ് ഇപ്പോൾ പാർട്ടി സഖാക്കളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇത് ഈ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഇന്ന് വരെയുള്ള നാളെ ഇതുവരെയുള്ള അവരുടെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സുധാകരൻ എങ്ങനെയാണ് പാർട്ടിക്ക് പുറത്തു പോകുന്നത് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ പാരമ്പര്യം, അദ്ദേഹം എത്രത്തോളം ഈ പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷി കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഈ പാർട്ടിയിൽ എത്ര പ്രയോറിറ്റിയാണ് കൊടുത്തത്. അതായത് ഈ മുകളിൽ നിന്ന് ആജ്ഞ കൊടുത്ത് താഴേക്ക് പോകുന്ന ഒരു പാർട്ടിയാണല്ലോ CPM. ഈ പാർട്ടിയുടെ പ്രത്യേകതയാണ് ഈ മുകൾ ഘടകത്തിൽ നിന്ന് കീഴ്ഘടകത്തിന് നിർദ്ദേശം കൊടുക്കുന്നതാണ്. അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന അദ്ദേഹത്തിന് പ്രായം എന്ന് പറയുന്ന ഒരു പ്രായപരിധി ഉണ്ടാക്കി ആ പ്രായപരിധിയിൽ അദ്ദേഹത്തിനെ മുകളിൽ നിന്ന് താഴേക്ക് കൊണ്ടുവന്ന് ഇരുത്തി. ഇതെല്ലാം ആരുടേതായിരുന്നു ബ്രെയിൻ എന്ന് പറയുന്നത്? ഇതൊക്കെ പിണറായി വിജയന്റെ ബുദ്ധിയായിരുന്നു. പിണറായി വിജയന് മാത്രം സ്പെഷ്യൽ ഇളവ് കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ തനിക്ക് മാത്രം ഇളവ് കൊടുക്കുക, ബാക്കിയുള്ളവർ തൻ്റെ മാർഗത്തിന് തടസ്സം നിൽക്കുന്നവരെ ഒക്കെ വെട്ടി നിരത്താൻ അദ്ദേഹം കണ്ടെത്തിയ ഒരു മാർഗമായിരുന്നു. ആ മാർഗം അത് ഉണ്ടാക്കി അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് സംസ്ഥാന കമ്മിറ്റി ഇരുന്ന ഒരാളെ കൊണ്ട് ബ്രാഞ്ച് കമ്മിറ്റി ഇരുത്തുമ്പോൾ താഴെത്തട്ടിലുള്ള അണികളെ സംബന്ധിച്ച് അങ്ങനെ കൊണ്ടുവന്ന് കീഴ്ഘടകത്തിൽ ഇരുത്തിയിരിക്കുകയല്ലേ. അവർക്കൊരു പ്രചോദനമായി. കാര്യം അവർ ഈ പാർട്ടിയിൽ ഇപ്പം MM മണി പറയുന്ന എന്ത് കുൽസിതവും കേട്ട് ചിരിക്കുന്ന ആൾക്കാരാണ്. കാര്യം അവരെല്ലാം ഭയങ്കര ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. ക്വാളിഫൈഡ് ആയിട്ടുള്ളവരുണ്ട്. സാധാരണ പാർട്ടി സഖാക്കൾ എന്ന് പറയുമ്പോൾ പലതരം തൊഴിലാളികളുണ്ട്. അവരെ സംബന്ധിച്ച് ഈ MM മണിയുടെ കുൽസിത വാക്കുകൾ കേട്ട് ചിരിക്കുന്നത് അവർ സാധാരണക്കാരായതുകൊണ്ടാണ്. അങ്ങനെയുള്ളവർ നോക്കുമ്പോൾ ഏറ്റവും മുകളിൽ തട്ടിയിരുന്ന ഒരാളിനെ കൊണ്ടൊന്ന് കീഴ്ത്തട്ടിൽ ഇരുത്തുമ്പോഴത്തേക്ക് അവർ ചിലപ്പോൾ മുകളിൽ തട്ടിൽ ഇരുന്നപ്പോൾ ഒരു വില ഇപ്പോൾ കൊടുക്കുന്നില്ലായിരിക്കും. അതുമല്ല, ആലപ്പുഴയിലെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആരുടെ കയ്യിലാണ്? മയക്കുമരുന്ന് മാഫിയുടെ കയ്യിലാണെന്നൊക്കെ വെട്ടിത്തുറന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതെല്ലാം അദ്ദേഹത്തിന് ശത്രുത ഉണ്ടായത്. അങ്ങനെ ആ ശത്രുത നീറിയാണ് പൊട്ടുന്നത്. ആ പൊട്ടിക്കഴിയുമ്പോൾ ഇതിനൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഇപ്പൊ MBR പോയപ്പോഴും MBR ഇതേപോലെ കുറെ സത്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പൊ നടക്കുന്നത്. ഇതൊന്നുമല്ല ഇനിയും പലതും G സുധാകരനെ വിളിച്ച് പറയും, അദ്ദേഹത്തിന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന പാർട്ടി പ്രവർത്തകരും പറയും.